നിറഞ്ഞുകവിഞ്ഞ സദസ്സിൽ രണ്ടാം ദിനം ഗ്ലാമർ ഇനമായ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം. പ്രമേയങ്ങളുടെ പുതുമ കൊണ്ട് സമ്പന്നമായ നാടകങ്ങൾ വൻ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. വിനേഷ് ഫോഗോട്ട് വിഷയമടക്കം പൊള്ളുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്ത ഫൈറ്റർ എന്ന നാടകം ആസ്വാദകരുടെ മനം കവർന്നു. ഫൈറ്റർ നാടകം അവതരിപ്പിച്ച കോഴിക്കോട് BEMGHSSലെ കുട്ടികളുടെ വിശേഷങ്ങൾ അറിയാം. അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. മൂന്നാം വേദിയായ ചാഗോറിലാണുള്ളത്. ചാഗോർ പമ്പയാർ എന്നാണ് ചാഗോറിന് പേര്. ഈ 2 ദിവസമാകുന്ന കലോത്സവം ആരംഭിച്ചിട്ട് ഇത്ര കണ്ട് ആളുകൾ നിറഞ്ഞിരുന്ന ഒരു സദസ്സ്, അത് നാടകത്തിൻ്റെ സദസ്സാണ്. ജനപ്രിയ ഐറ്റമാണ്, നമുക്കറിയാം. വിവിധ പ്രമേയങ്ങൾ നാടകമായി ചാഗോറിലേക്ക് എത്തുന്നുണ്ട്, ആ വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ കണ്ടതിലൊരു പ്രധാനപ്പെട്ട നാടകം, രണ്ടാമത് അവതരിപ്പിച്ചൊരു നാടകം കോഴിക്കോട് BEMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികൾ അവതരിപ്പിച്ചൊരു നാടകമാണ്. നിങ്ങൾ തിരുത്തിയാൽ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ കുട്ടികൾ അവതരിപ്പിച്ച നാടകമാണ്. വിവിധ പ്രമേയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ വേദിയിലെത്തിച്ചു എന്നുള്ളതാണ്. ആ പ്രമേയങ്ങൾ മാത്രമല്ല, അത് പൊള്ളുന്ന രാഷ്ട്രീയമാണ്. ഞാനിവിടെ വന്നത് ആദ്യം നിങ്ങളോടൊരു അഭിനന്ദനം പറയാനാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് കൃത്യമായ രാഷ്ട്രീയം, അത് എത്ര വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ള കാര്യം കാണുന്നവർക്ക് കൃത്യമായി തന്നെ ബോധ്യപ്പെടും. ആരാണ് ഈ നാടകത്തിന് പിന്നിലാരാണ്? എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ കോർത്തിണക്കിയത്? നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒരു 30 മിനിറ്റിലേക്ക് ഒരു സ്കൂൾ നാടകമായിട്ട് പറയണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചലഞ്ച്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും സോർട്ട് ചെയ്ത് ഈ പ്രധാനമായിട്ടും ചിന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ, അത് നമ്മൾ വിനേഷ് ഫോഗട്ടിന്റെ ഇഷ്യൂ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇൻസ്പയർ ആയിട്ട് സ്റ്റോറിയിലേക്ക് എത്തിയത്. അത് ഗംഭീരമായിരുന്നു. അത് റിസർവേഷൻ വിഷയമുണ്ട്, വന്യജീവി സംഘർഷമുണ്ട്, നമ്മളെല്ലാവരും കണ്ട സമകാലിക വിഷയമായ വിനേഷ് ഫോഗട്ടിന്റെ വിഷയമുണ്ട്. ചിന്ന എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പേരെന്താ? അശ്വയ കൃഷ്ണ. ഏത് ക്ലാസ്? അശ്വയ. നല്ല പേരാണ്. സ്കൂളിന്റെ പേര് നിങ്ങൾ നേരത്തെ തിരുത്തി, അതാണ് BEMGHSS എന്നാണ് അവരുടെ സ്കൂളിന്റെ പേര്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ നാടകത്തിന്റെ എക്സ്പീരിയൻസ്? എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഇതിന് ഒരുങ്ങിയത്? 5 മാസത്തോളം. ഈ 30 മിനിറ്റിലല്ല ഈ നാടകം എന്ന് പറയുന്നത്, ഇതിന് പിറകിൽ 5 മാസമുണ്ട്. മാത്രമല്ല ഈ 30 മിനിറ്റിന്റെ വിഷയവും രാഷ്ട്രീയ സമകാലിക കാര്യങ്ങളും അല്ല ഇതിൽ പറയുന്നത്. ഇതിന് പിറകിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നതും ഇപ്പം നടക്കുന്നതും ഇനി ഒരു പക്ഷേ നടക്കാൻ പോകുന്നതായ കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോരോ വിഷയങ്ങളും ചൂസ് ചെയ്ത് അങ്ങനെ കോർത്തിണക്കിയാണ് ഈ നാടകത്തിലേക്ക് എത്തിയത്. ഇത് പഠിച്ചെടുക്കാനൊക്കെ പാടായിരുന്നത്? ഇല്ല, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് സാർ. ഞങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ എബിലിറ്റി മനസ്സിലാക്കി സാർ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നുണ്ട്. പിന്നെ എല്ലാവരും റെഡി ആയിരുന്നു ഒരുമിച്ച് നിന്ന്. ഞങ്ങൾക്ക് പറ്റണം, ഞങ്ങൾക്ക് ജയിക്കണം, അതല്ല, നമ്മളെ ആൾക്കാരെ നല്ല സന്തോഷിപ്പിക്കുക, നമ്മളെ ഹാർഡ് വർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ പശ്ചാത്തലം ഇങ്ങനെ ടക് 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 എന്ന് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു? അതെ, ഞങ്ങളെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സാറുമാർ ഇപ്പോൾ ചെയ്യുന്ന ബിനി സാറ്, നിധി സാർ, എല്ലാവരും ഞങ്ങൾ സെറ്റ് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ, അത് ഒരു ലാഗ് വരാതെ ഞങ്ങളത് ഓരോ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന് ഭയങ്കര തീരെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരെ എത്തി. എത്രയോ മനുഷ്യരെ, എത്രയോ യുവജനതയെ ഉത്തേജിപ്പിച്ച കഥയാണ് അവിടെ ഈ ഇടയ്ക്ക് കഴിഞ്ഞു പോയ സംഭവം. എന്തായാലും ഗംഭീരമായി ചിന്ന ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ ഇത്രയും നല്ലൊരു ടീമിനെ കിട്ടിയതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം. പിന്നെ ഞങ്ങളെ സാറുമാർ പറഞ്ഞാൽ ഞങ്ങളെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ്. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. മാഷുണ്ട്, സുഭാഷ് മാഷ്. പക്ഷേ എങ്ങനെയാണ് ഈ വിഷയങ്ങളിലേക്കൊക്കെ എത്തിയത്? കുട്ടികളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായൊരു നാടകമായിരുന്നു. വിവിധ വിഷയങ്ങൾ ഇങ്ങനെ കണ്ടു ചേർത്തു, അത് അവതരിപ്പിക്കുകയും ചെയ്തു കൃത്യമായവർ. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അല്ല, നാടകം സംവിധായകൻ്റെ രചയിതാവിൻ്റെ ഒരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനീഷിന് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തൊന്നല്ല, പൂർണ്ണമായൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് തന്നെ വിനീഷിന് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് അതിങ്ങനെ ഈ മാറി ഈ സെറ്റ് ഇങ്ങനെ വളരെ ലളിതമായത് ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയത്? അല്ല, ഈ കഥയായിട്ട് ബിനീഷ് ഏട്ടൻ വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഇത്തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചർച്ച നടന്നു. കുറേ ചർച്ചകൾ വന്നു, പക്ഷേ അതൊന്നും അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഏരിയ മുഴുവൻ അയാളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പം പ്രശ്നങ്ങളുള്ള ഏരിയ ഒക്കെ എടുത്തു മാറ്റി നമ്മൾ ഒരു സ്ഥലത്തെത്തി. ഇത് ഓക്കെ, കൊള്ളാം, ഇതിലായിരിക്കും. പക്ഷെ ഇതൊരു വലിയ സെറ്റോ വലിയ അങ്ങനെ കാണിക്കാൻ പാകത്തിലൊന്നുമല്ല. പക്ഷെ ഇതിനെങ്ങനെ കുട്ടികൾ കൈകാര്യം ചെയ്യും, ഇതിനെ വ്യത്യസ്ത ഇടങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഈ ഒരു മാത്തമാറ്റിക്സ് കണക്ക് വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമ്മൾക്ക് ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ഇത്രത്തോളം ചേഞ്ച് വരുത്താൻ പറ്റും, ആ ചേഞ്ചിനെ എങ്ങനെ ഈ വ്യത്യസ്ത ഇടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതായിരുന്നു ചിന്ത. അങ്ങനെ ആ ഇടങ്ങളിൽ നിന്നാണ് ഈ കണ്ടത് മുഴുവൻ. നിങ്ങൾ എന്നാലും അത് ഗംഭീരമായി. എല്ലാവർക്കും ഒന്നുകൂടെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നിങ്ങളുടെ നാടകത്തിന്റെ ഏറ്റവും അവസാനത്തെ 5 ഡയലോഗ് ഒന്ന് പറഞ്ഞു. ശബ്ദമുയർത്തുക എന്നതും മാത്രമാണ് പ്രതിരോധം. കോഴിക്കോട് BEMGHSSലെ മിടുക്കർക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.